Dear Professor B.K. Damodar sir, dear teachers, students, Green Energy Forum members, today we are conducting the 14th session of our talk series. Okay. So, നമുക്കറിയാവുന്നതാണ് നമ്മൾ പല ക്ലാസ്സുകൾ പല രീതിയിൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതും അത് സബ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല സംശയങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ബോധ്യപ്പെട്ടുള്ളതാണ്. ഇന്നത്തെ ക്ലാസ് എക്സ്ക്ലൂസീവ്ലി കൊല്ലം ജില്ലയിലെ കോളേജിലെ മെന്റർ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും വേണ്ടി മാത്രമുള്ള പ്രോഗ്രാം. മറ്റുള്ള എല്ലാ ലെവലിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ആലപ്പുഴ ജില്ലയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ഒരുപാട് പ്രോജക്ട്സ് പ്രത്യേകിച്ച് കോളേജ് ലെവലിലൊക്കെ വന്നിട്ടുണ്ട്. വി ആർ ഓൾസോ വെരി ഹാപ്പി ടു. ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം. അതുപോലെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പ്രൊഫസർ B.K. Damodar സാർ തന്നെ ഇതിൻ്റെ നമ്മുടെ സബ്മിഷൻ ഡേറ്റ് ഒക്കെ ചെറുതായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. സോ ഹി വിൽ ടെൽ ഓൾ ഡീറ്റെയിൽസ് ഇൻ ദിസ് മീറ്റിംഗ്. സോ റിഗാർഡിംഗ് മൈ റെസ്പോൺസിബിലിറ്റി, so I am welcoming our B.K. Damodar sir for this meeting. So he will deliver the talk on this project preparation and submission. As you know that Professor B.K. Damodar sir is a backbone of these projects. As you know well, this is a national level project, maybe first time in India. ആ ഒരു രീതിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോജക്റ്റാണ്. പക്ഷേ എങ്കിലും ഒരു പുതിയ ഒരു സബ്ജക്റ്റ് ആയതിനാലും ഇന്നോവേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുന്നതിലാണ് മാത്രമാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റായിട്ട് ഇങ്ങനെ ക്ലാസ് വെക്കുന്നത്. അതുപോലെ മീറ്റിങ്ങിൽ നിരവധി ടീച്ചേഴ്സ്, കുട്ടികൾ, അതുപോലെ നമ്മളുടെ ഈ ഗ്രീൻ എനർജി ഫോറത്തിൻ്റെ ഓഫീസ് ട്രഷർ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പങ്കെടുത്തിട്ടുണ്ട്, കോർഡിനേറ്റർ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ദാമോദർ സാറിനെ ക്ഷണിക്കുന്നു. ദാമോദർ സാർ പ്ലീസ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ വളരെ ചുരുങ്ങിയ ഒരു ഗ്രൂപ്പിന് മാത്രമേ നമ്മൾ ഇന്നത്തെ ഈ ഇൻ്ററാക്ഷനിൽ വിളിച്ചിട്ടുള്ളൂ. ഇത് നമ്മുടെ ടോക്ക് സീരീസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ടോക്കല്ല. നമ്മൾ കൊല്ലം ജില്ലയിൽ കോളേജ് തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ ഈ IREGF പ്രോജക്റ്റ്, ഈ ഇന്നൊവേഷൻ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികളായിട്ടുള്ള വിദ്യാർത്ഥികളെ, മുഖ്യമായും അവരുടെ മെന്റർ ടീച്ചേഴ്സിനെയും ഒന്ന് ഇതുവരെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് പരസ്പരം ഒരു അഭിപ്രായ വിനിമയം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ പുതുതായിട്ട് ഇതിലൊന്നും പറയാനില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലത്തെ കോളേജുകളിൽ ഏറ്റവും നമുക്ക് ഈ പ്രോജക്റ്റുകളിൽ 148ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഓരോ സ്ഥാപനത്തിലും 4 മുതൽ 6 വരെ ഗ്രൂപ്പുകൾ, മിക്കതിലും 6 തന്നെ ഉണ്ട്. ഏതോ 1-2 എണ്ണത്തിൽ 7 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. എങ്ങനെയായാലും നമുക്കൊരു ശരാശരി 5 എന്നുള്ള കണക്കിലെങ്കിലും എടുത്താൽ കൊല്ലം ജില്ലയിലുള്ള 14 കോളേജുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, ട്രെയിനിങ് കോളേജുകളുണ്ട്, സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്, അങ്ങനെ പല ലെവലിലുള്ള കോളേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നേരത്തെ തന്നെ പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നീക്കുകയും ചെയ്തിട്ടുള്ള ഒട്ടേറെ ഗ്രൂപ്പുകൾ ഈ കോളേജ് കൊല്ലം ജില്ലാ ഗ്രൂപ്പിലുണ്ട്. ഇപ്പോഴും ആലപ്പുഴയിലും കോളേജ് തലത്തിൽ വളരെ ഇതായിട്ട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നമുക്ക് അവിടുത്തെ ഇതും ഏകദേശം ഇതേ ഒരു ലെവലിലേക്ക് എത്തിയെന്ന് വരും. അപ്പം നമ്മൾ ഇതിൻ്റെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അടുത്ത നമ്മളുടെ ഒരു ടോക്ക് എന്നുള്ള രീതിയിൽ ഇതുപോലെയുള്ള സൂം സീരീസിൽ അടുത്തത് ഏപ്രിൽ 22-ാം തീയതിയാണ്. ഏപ്രിൽ 22-ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആഗോള എർത്ത് ഡേ ആണ്. നമ്മൾ കേരളത്തിലും എല്ലാ കൊല്ലവും ആഘോഷിക്കാറുള്ളതാണത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പുറത്തും മറ്റ് NGOസും വേറെ പലരും, ഗവൺമെൻറ് തന്നെയും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
ഇക്കൊല്ലത്തെ 2025 തീം അവർ പവർ അവർ എർത്ത് എന്നുള്ളതാണ്. അതിൽ പവർ എന്നുള്ളത് കൊണ്ട് പവറുമായി ബന്ധപ്പെട്ടതല്ലാത്ത പ്രോജക്റ്റ് ചെയ്യുന്നവർ ഇതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പൊല്യൂഷനിൽ ചെയ്യുകയാണെങ്കിലും കൃഷിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വേറെ ഭക്ഷണമോ ആരോഗ്യമോ ഇങ്ങനെ ഏത് മേഖലയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം തന്നെ ഈ പവറുമായി ബന്ധപ്പെട്ട് കിടക്കും എന്ന് പറയണം. എന്തുകൊണ്ടാണ് ആഗോളാടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെ അവർ പവർ അവർ എർത്ത് എന്ന ഒരു വിഷയം തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മുഖ്യ ലക്ഷ്യം 2030 ആവുമ്പോഴേക്ക് ഈ റിന്യൂവബിൾ എനർജി ഉൽപ്പാദനം 3 ഇരട്ടിയാക്കണം എന്നുള്ളതാണ് ആഗോള ലക്ഷ്യം. ഇന്ത്യയും ഈ കാര്യത്തിൽ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ള രാജ്യം ചൈനയാണ്. അവർ 3 ഇരട്ടിയല്ല 5 ഇരട്ടിയും 8 ഇരട്ടിയൊക്കെ എന്നോ കഴിഞ്ഞു. ഒരുപക്ഷെ ഇപ്പോഴും 10 ഇരട്ടിയെങ്കിലും അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവും. ആകെ ആഗോളാടിസ്ഥാനത്തിലും ഇന്ത്യയിലും നമുക്ക് ഈ 3 ഇരട്ടി 2030 ആക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിൽ പ്രത്യേകമായ ഒരു ഊന്നൽ വേണം. നമ്മുടെ കാർബൺ ന്യൂട്രൽ ലിവിങ് ഫോർ എൻവയൺമെൻ്റൽ സസ്റ്റൈനബിലിറ്റി എന്ന നമ്മുടെ വിഷയം സത്യത്തിൽ ഈ ലക്ഷ്യവുമായിട്ടും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എടുത്തിട്ടുള്ള പ്രോജക്റ്റുകളെ നിങ്ങൾക്ക് ഈ കാർബൺ ന്യൂട്രൽ ലിവിങ്ങുമായി ബന്ധപ്പെടുത്തുവാൻ, അതായത് അതിൻ്റെ ടൈറ്റിൽ എങ്കിലും ബന്ധപ്പെടുത്തുവാൻ എന്തെങ്കിലും വിഷമം ഏതെങ്കിലും ഗ്രൂപ്പിന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെടുക. നമ്മൾ അതിന് ലിങ്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ നമുക്ക് ജോയിൻ്റ് ആയിട്ട് കണ്ടെത്തി നമുക്ക് നിങ്ങളുടെ അതേ പ്രവർത്തനം നിങ്ങൾ തുടർന്നോളൂ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നതായാലും നമുക്ക് ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയും. ഞാൻ എർത്ത് ഡേയുടെ കാര്യം ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് ഡേയുടെ അന്നുള്ളത് ഞാൻ മാത്രമോ അല്ലെങ്കിൽ നമ്മൾ GEF-ലോ IREയിലോ ഉള്ള ആളുകളല്ല അതിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത 5 വിദഗ്ധരെങ്കിലും ഈ വിഷയത്തിൻ്റെ 5 പ്രത്യേക വശങ്ങളെക്കുറിച്ച് 8 മിനിറ്റ് വീതമുള്ള ചെറിയ ഹ്രസ്വമായിട്ടുള്ള പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ ടോക്കോ ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിനെ അത് ഏത് ഘട്ടത്തിലെത്തിയതായാലും അതിനെ ഒന്നുകൂടി മൂല്യവത്താക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടാനിടയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ടോക്കും നിങ്ങൾ അതിൽ പറ്റുമെങ്കിൽ ഓരോ ഗ്രൂപ്പിലുള്ള എല്ലാ വിദ്യാർത്ഥികളും വന്ന് പങ്കെടുത്താൽ, പ്രത്യേകിച്ചും നിങ്ങൾ അതിപ്പം UPയിലും മറ്റേ ഘട്ടത്തിലുള്ള ആളുകൾ പങ്കെടുക്കേണ്ടെന്നല്ല, അവരെല്ലാം പങ്കെടുക്കും. പക്ഷേ കോളേജ് തലത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യുന്ന ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ പങ്കെടുക്കുകയും ഇവരുടെ ഈ ആദ്യത്തെ മൊത്തം 1.5 മണിക്കൂറായിരിക്കും സെഷൻ. അപ്പോൾ 5-8 ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ ബാക്കിയുള്ള ഒരു 50 മിനിറ്റ് നമ്മുടെ ചർച്ചകൾക്കായിരിക്കും. അപ്പം നിങ്ങൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഈ രംഗത്ത് ഒരുപക്ഷെ നമ്മളെ കേരളത്തിൽ വരുത്താൻ പറ്റുന്ന ചില മാറ്റങ്ങളും അല്ലെങ്കിൽ മുന്നേറ്റങ്ങളും, അതുപോലെ നമ്മളുടെയൊക്കെ ഗവേഷണത്തിനോ പഠനത്തിനോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായി നിങ്ങൾക്ക് തോന്നുന്ന ചില മേഖലകളെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് വലിയ അധികരിച്ച് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഓരോ മിനിറ്റ് 2 മിനിറ്റ് വീതം ഓരോരുത്തർക്കും സംസാരിക്കാനുള്ള ഒരവസരം ഉണ്ടാകും. അങ്ങനെ ആവുമ്പോൾ ഈ ചർച്ചയുടെ അവസാനം നമുക്ക് നമ്മുടെ പ്രോജക്റ്റിനും അതേപോലെ തന്നെ ഈ ഒരു ലക്ഷ്യത്തിൽ കേരളത്തിൻ്റെ എർത്ത് ഡേ സെലിബ്രേഷൻ്റെ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല ഒരു കാഴ്ചപ്പാട് നമുക്കതിൻ്റെ അവസാനം ഉരുത്തിരിഞ്ഞ് വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ, നിങ്ങൾ പലരും ക്യാമ്പസിലില്ല, ഓഫ് ക്യാമ്പസ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈൽ ഫോണിൽ കൂടിയോ അല്ലാതെ അത്തരം ആളുകളെ ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പബ്ലിസിറ്റി അവർ കൊടുക്കണം. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ള അവരെ അറിയിച്ച് ദയവായിട്ട് കൂടുതൽ ആളുകളെ അതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തത് എനിക്ക് പറയേണ്ടത്, നമ്മൾ ഈ കോൺടെസ്റ്റ് എപ്പോഴാണ് നമ്മൾ അല്ലെങ്കിൽ ഈ
പ്രോജക്റ്റ് എപ്പോഴാണ് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ജൂൺ മധ്യമാകുമ്പോഴേക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലുള്ള മത്സരം, അതായത് ഫസ്റ്റ് ലെവൽ കോൺടെസ്റ്റ് നടക്കും. അതായത് നമ്മൾ ഓരോ കോളേജിലും എത്ര ഗ്രൂപ്പുകളുണ്ടോ ആ ഗ്രൂപ്പുകളിൽ ഓരോരുത്തരും ചെയ്യുന്ന പ്രോജക്റ്റുകൾ അവർ പ്രസൻറ്റ് ചെയ്ത് അതിൽ ഏറ്റവും ബെസ്റ്റായി എന്ന് ഒരു 3 അംഗ ജഡ്ജിങ് കമ്മിറ്റി തീരുമാനിക്കും. അവരായിരിക്കും പിന്നീട് ജില്ലാതല മത്സരങ്ങൾക്ക് പിന്നീട് പുറത്തേക്ക് വരിക. അപ്പോൾ ഇത് കഴിയുമ്പോൾ മറ്റുള്ളവർക്കും മറ്റ് മത്സരങ്ങളിലൊക്കെ ഓൺലൈനായിട്ടും അല്ലാതെയും നേരിട്ടും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ജൂൺ മിഡിലാവുമ്പോഴേക്ക് 1-ാം ഘട്ടം കഴിയും. പിന്നീട് ഒരു 2 ആഴ്ചക്കകം ഫൈനൽ മത്സരം ജില്ലാതലം, അത് സെപ്പറേറ്റ് ആയിരിക്കും. കൊല്ലം ജില്ലയ്ക്ക് സെപ്പറേറ്റും ആലപ്പുഴ ജില്ലയ്ക്ക് സെപ്പറേറ്റും ആയിരിക്കും. ഒരുപക്ഷെ ഒരേ ദിവസം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ വേദിയായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ മത്സരത്തിൻ്റെ വിജയികളെയും അതിൽ ഏറ്റവും മുന്തിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള, അതായത് നമ്മൾ 1, 2, 3 സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സമ്മാനത്തെക്കാൾ അധികം നല്ല പ്രോജക്റ്റുകൾ എത്ര വരുന്നോ അവർക്കെല്ലാം തന്നെ പ്രത്യേക രീതിയിലുള്ള അവർക്കുള്ള അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ശ്രദ്ധേയമായിട്ടുള്ള ചില പ്രോജക്റ്റുകൾക്ക് തുടർന്ന് വർക്ക് ചെയ്യാൻ വേണ്ടുന്ന ഒട്ടേറെ ഫർദർ എന്താ പറയേണ്ടത്, നമ്മൾ കണക്ഷൻ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിനകത്തോ പുറത്തോ എവിടെ വേണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ GEF-ഉം അതുപോലെ തന്നെ IREയും തയ്യാറായിരിക്കും. അതിനും പുറമെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇന്നൊവേഷൻ സംബന്ധിച്ച കാര്യങ്ങൾ നോക്കുന്ന സ്ഥാപനവും അത്തരത്തിലൊരു രീതിയിൽ നമ്മുടെ ഫൈനൽ കോൺടെസ്റ്റിനെ വീക്ഷിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് അവരുമായി പോയി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം, ഇതൊരു ചെറിയൊരു കോൺടെസ്റ്റ് മാത്രമല്ല, ഇതൊരു പക്ഷേ കേരളത്തിൻ്റെ ഒരു മുഖം, നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തുമാത്രം നമ്മുടെ യുവാക്കൾക്ക് കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് നൽകുന്ന, അതിൻ്റെ ഒരു 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 വ്യൂ ഫൈൻഡറായിട്ട് കൂടി ഈ കോൺടെസ്റ്റ് ഫൈനൽ ആകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിവരം പറയാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇന്ന് ഈ യോഗം വിളിച്ചത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി നിങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ചൊന്നും നമുക്ക് അധികമൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും പ്രോജക്റ്റിലെ ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിലുള്ള ഗ്രൂപ്പുകൾക്കോ നമ്മളുമായിട്ട് ചില കാര്യങ്ങൾ പ്രത്യേകമായി സംവദിക്കണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതായത് ഗ്രൂപ്പ് ടു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ കോളേജിലുള്ള എല്ലാ ഗ്രൂപ്പുകളെയോ ഒന്നിച്ചിട്ട് ഞങ്ങളും തമ്മിലോ, ഇതിന് പുറമെ 2 or 3 ഇന്നൊവേഷനും ഇൻവെൻഷനുമൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിലെ തന്നെയും അല്ലാതെയും ഉള്ള അറിയപ്പെടുന്ന കുറച്ച് വ്യക്തികളൊക്കെ കൂടി ആ ചർച്ചയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ചർച്ച നിങ്ങൾ മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തെ നോട്ടീസെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിന് ഫൈനൽ ഷാർപ്പനിങ്ങിന് വേണ്ടുന്ന ഒട്ടേറെ ഇൻപുട്സ് കിട്ടാവുന്ന ഒരു 1-on-1 മീറ്റിംഗ് പോലെ എന്നുള്ള രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് എത്ര മീറ്റിങ്ങുകൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ പ്രത്യേകിച്ചും കോളേജ് ലെവലിലുള്ള വർക്കാവുമ്പോൾ ഇന്നിപ്പോൾ AI വലിയൊരു ചർച്ചയാണ്. ഏതാണ്ട് എല്ലാ മേഖലകളിലും AIയുടെ ഇന്നിപ്പം പ്രത്യേകിച്ചും ചൈനയുടെ DeepSeek ഒക്കെ വന്നതോടുകൂടി വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് AI പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ നിങ്ങൾ ഏതെങ്കിലും കൂട്ടർ അവരുടെ പ്രോജക്റ്റിൽ പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് പെടുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ ഒരു വശം കൂടി നമ്മുടെ പ്രോജക്റ്റിൻ്റെ, കാരണം നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്ത ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഇന്നൊവേഷൻ 100% കംപ്ലീറ്റ് ആയ ഒന്നാവില്ല. അതായത് പ്രശ്നത്തിൻ്റെ എല്ലാം പരിഹരിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ പരിഹാരം തന്നെ പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കും. കാരണം പുതിയ ടെക്നോളജികൾ വരും, പുതിയ ആവശ്യങ്ങൾ വരും, ചുറ്റുമുള്ള സാഹചര്യങ്ങളും എൻവയൺമെൻറ്റും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെയും ഇതിനെ പരിഷ്കരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റുകൾ നിങ്ങൾ
അവസാനം അവതരിപ്പിക്കുമ്പോൾ ഇതിൽ നിന്ന് തുടർന്ന് അങ്ങോട്ട് പ്രത്യേകിച്ചും കോളേജ് ലെവലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. തുടർന്ന് അങ്ങോട്ട് കൊണ്ടുപോകുവാൻ ഏതെല്ലാം മേഖലകളിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധ പതിയണം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ കുറച്ചുകൂടി ഒരു മൂല്യം വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അത് പ്രത്യേകിച്ചും കോളേജ് ലെവലിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം നമ്മൾ ഈ 2 ജില്ലകളിലുള്ള ഇന്നൊവേഷൻ്റെ കേപ്പബിലിറ്റീസിനെ കുറിച്ചുള്ള ഒരു ബുക്ക് എന്നുള്ളത് അത് മുഖ്യമായും വരേണ്ടത് കോളേജ് ലെവലിലുള്ള എൻട്രീസിൽ കൂടിയാണ്. അത് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അതാണ് നമ്മുടെ. അതേസമയം തന്നെ ഹൈസ്കൂൾ ലെവലിൽ നിന്നും ഒട്ടേറെ എണ്ണം വരും. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ കോളേജ് ലെവലിലുള്ള ആളുകൾ ചിന്തിക്കാത്ത, വിദ്യാർത്ഥികൾ, യുവാക്കളും അധ്യാപകരും ചിന്തിക്കാത്ത ചില തലങ്ങളിലേക്ക് പോലും മറ്റേ സ്കൂൾ തലങ്ങളിലുള്ള ചില ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ആൻഡ് സജഷൻസ് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അത്തരത്തിലുള്ള ഇൻപുട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്നുള്ള മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് AI മാത്രമല്ല വേറെ പല ടെക്നോളജികളും ഉപയോഗിച്ച്, പുതിയ ശാസ്ത്ര രീതികൾ ഉപയോഗിച്ച്, ഇന്നിപ്പോൾ വിദ്യാലയത്തിലുള്ളവർക്ക് പോലും അവയൊക്കെ ഉപയോഗിച്ച് വളരെ നല്ല സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ പ്രോജക്റ്റുകളെ ഒന്നുകൂടി. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ സമയം തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫൈനൽ പ്രസൻറ്റേഷൻ, ഫൈനലല്ല, ഏത് പ്രസൻറ്റേഷനും എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ എത്ര ഗ്രൂപ്പുണ്ടോ, ഇപ്പോൾ 6 ഗ്രൂപ്പാണെങ്കിൽ 6 ഗ്രൂപ്പിനും 8 മിനിറ്റ് വീതമാണ് പ്രസൻറ്റേഷൻ്റെ സമയം കൊടുക്കുക. അവർക്ക് 3 മുതൽ 5 മിനിറ്റ് വരെ ജഡ്ജസ് ഈ പ്രസൻറ്റേഷൻ കഴിഞ്ഞാൽ അവരോട് ചില ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയോ ചില സംശയം തീർക്കുകയോ ഒക്കെ അതിനായിട്ടൊരു 3 to 5 മിനിറ്റ്സ് അവർ നിങ്ങളുടെ പ്രസൻറ്റേഷൻ പോലെ അനുസരിച്ചിരിക്കും എത്ര സമയം എടുക്കുന്നുള്ളൂ. ഇങ്ങനെ ഉണ്ടാകും. ഈ 8 മിനിറ്റിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൂടി പറയാം. നമ്മൾ 4 ഗ്രൂപ്പിലുള്ള 4 അംഗങ്ങളും അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കണം. ഒരു ലീഡർ മാത്രം പ്രസൻറ്റ് ചെയ്താൽ പോരാ. പറ്റുമെങ്കിൽ തുല്യമായിട്ട് 8 മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റ് വീതം 4 പേർക്ക് കൊടുത്തിട്ട് ഈ നിങ്ങളുടെ മൊത്തം അവതരണം നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതിൻ്റെ ആദ്യത്തെ ഭാഗം ടീം ലീഡറോ അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ച് തുടങ്ങാൻ കഴിയുന്ന ഒരംഗമോ അവർ അത് ആദ്യം 2 മിനിറ്റ് അവതരിപ്പിച്ച് പിന്നെ അടുത്ത ആൾ അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ പോയി അങ്ങനെ 8 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്താ പറയേണ്ട ഒരു സീംലെസ്, ഒരു ഇടയ്ക്കൊരു ജോയിൻ്റ് ഇല്ലാതെ തോന്നുന്ന രീതിയിൽ തുടർച്ചയായിട്ട് ഇതൊരാൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ഭംഗിയായിട്ട് അതിനെ അങ്ങോട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഈ പ്രസൻറ്റേഷൻ്റെ നല്ലൊരു പുതിയ മാതൃക കൂടിയാവും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ ഇതിൽ ഓരോ ആളുകളുടെയും ഇൻവോൾവ്മെൻ്റ് എത്രയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നിങ്ങളുടെ വർക്ക് ബുക്ക് കൂടി ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. അതിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുള്ള ഇതിനെക്കുറിച്ച് കൂട്ടായി ചിന്തിക്കുകയും എന്തെങ്കിലും പുതിയ അറിവുകൾ നേടുകയും ഇതുപോലെയുള്ള ഡിസ്കഷനുകളിലും ലെക്ചറുകളിലും പങ്കെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇന്ന സംഗതികൾ അറ്റൻഡ് ചെയ്തു, അതിൽ നിന്ന് പോയിന്റുകൾ ശ്രദ്ധേയമായി, അല്ലെങ്കിൽ ഇന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ അഭിപ്രായമില്ല, എന്ത് തന്നെയായിരുന്നു നിങ്ങളുടെ അഭിപ്രായം, അത് ഓരോരുത്തരും എഴുതണം. ഒരു ഗ്രൂപ്പല്ല, ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും അവരവരുടെ ബുക്കിൽ ഇത് എഴുതിയിരിക്കണം. ഇത് എങ്ങനെ വൃത്തിയായും കൃത്യമായും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എഴുതി എന്നുള്ളത് കൂടി അതിന് പ്രത്യേകം മാർക്കുണ്ടാകും. അതിന് പുറമെ നമ്മൾ ഈ പ്രസൻറ്റേഷൻ 8 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രസൻറ്റേഷനിൽ ഇത് എന്തായിരുന്നു പ്രശ്നം, എങ്ങനെയാണ് നമ്മൾ പരിഹരിച്ചത്, അതിലെവിടെ ഇപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എത്തി നിൽക്കുന്നു, ഇതിൽ നമുക്ക് നേരിട്ടിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അത് നിങ്ങൾ എങ്ങനെ പരിഹരിച്ചു, വളരെ ബ്രീഫായിട്ട് പറഞ്ഞാൽ മതി. വലിയ വിശദീകരണമൊന്നും ആവശ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്നതായിരുന്നു, അത് ഞങ്ങൾ ഇന്ന രീതിയിലാണ് പരിഹരിച്ചത് എന്ന് മാത്രം പറഞ്ഞാൽ. ഇത്രയും പറയുന്നത് വഴിക്ക് നിങ്ങൾ ഈ 8 മിനിറ്റ് ഉള്ള ലോങ് പിച്ചിങ് ജഡ്ജിമാർക്ക് നിങ്ങളുടെ വർക്കിൻ്റെ മൂല്യത്തെ ശരിക്ക് നിശ്ചയിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രസൻറ്റേഷനായി ആ രീതിയിലുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ തരികയാണ്. കാരണം നിങ്ങൾ മിക്കവാറും ഇതിൻ്റെ ഇടയിൽ ഇനിയും നിങ്ങൾക്ക് ഇപ്പോൾ ചിലർക്കൊക്കെ ഇൻറ്റേൺഷിപ്പ് അങ്ങനെ പല രീതിയിലൊക്കെ കോളേജ് കുട്ടികളൊക്കെ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ പോവും. അപ്പോൾ പരസ്പരം കൂടാനും മീറ്റ് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനിലൂടെയും ഫോണിലൂടെയും ഒക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിങ്ങളുടെ പുതിയ ചിന്താസരണികളൊക്കെ തന്നെ നിങ്ങൾക്ക് ഷാർപ്പൻ ചെയ്യാൻ കഴിയും, നിങ്ങളത് ചെയ്യും എന്ന് തന്നെയാണ്
നമ്മുടെ വിശ്വാസം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഈ കോൺടസ്റ്റിനെ കുറിച്ച് ഓർമ്മിക്കാനും അതിൻ്റെ ഇടയിലുള്ള സമയം നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിൽ നമ്മൾ മറ്റ് ഈ ഏരിയയിലുള്ള നമുക്ക് നേരിട്ട് നിത്യേന നമ്മുടെ സ്ഥാപനത്തിൽ മാത്രം ഇടപെടാൻ കഴിയുന്ന വിദഗ്ധരിൽ നിന്നും വ്യത്യസ്തരായിട്ട് കുറച്ചുകൂടി ആഗോള അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഇതിൽ പരിചയമുള്ള ആളുകളെ കൂടി നിങ്ങൾക്ക് ചർച്ചയ്ക്ക് ആവശ്യമെങ്കിൽ അവരെ ഈ പറയുന്ന ഏപ്രിൽ മെയ് കാലത്തിൻ്റെ ഇടയിൽ നമ്മൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് അറേഞ്ച് ചെയ്ത് തരും എന്നുള്ളൊരു വിവരം കൂടി അറിയിക്കാനാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞത്. അതൊരു പക്ഷേ സ്കൂൾ ഗ്രൂപ്പുകൾക്ക് അത്രയധികം ഉപയോഗപ്രദമായി എന്ന് വരില്ല, പക്ഷേ കോളേജ് ഗ്രൂപ്പുകൾക്ക് ഇത് തീർച്ചയായിട്ടും ഫലപ്രദമായിരിക്കും എന്നാണ് എൻ്റെ ഇതുവരെയുള്ള ഇന്നൊവേഷൻ ഏരിയയിൽ ചെയ്ത വർക്കിൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പല സൂചനകളും ചില ടിപ്പുകളും ഒക്കെ തന്നെ നമുക്ക് വളരെ ഇതായിട്ട്. മറ്റൊന്ന്, നമ്മൾ കാണുന്ന ഇപ്പോൾ ജല ലഭ്യത അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ ആവശ്യം നിറവേറ്റിക്കൊണ്ട് തന്നെ അതിൻ്റെ അളവ് കുറക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന ചെലവ് കുറക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഇന്നൊവേഷൻസ് ഒക്കെ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത്തരം രംഗത്തിൽ ഇന്ന് കൃഷിക്കാരുടെ ഇടയിൽ പോലും ഒട്ടേറെ ഇന്നൊവേഷൻസ് പല സ്റ്റേറ്റുകളിലും വന്നിട്ട്, അതിന് നിങ്ങൾക്ക് റെഫറൻസിന് വേണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും എൻവയൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇതായതുകൊണ്ട്, ഡൗൺ ടു എർത്ത് എന്നുള്ള മാസികയിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ ചെറിയ റിപ്പോർട്ടുകളായിട്ടും ചിലപ്പോൾ ഒരു എഡ്യൂക്കേറ്റീവായിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആയിട്ടും 1 പേജ് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് ഒരു സ്ഥലത്തെ ഇന്നൊവേഷനെ കുറിച്ച് അത് ഇങ്ങനെ വളരെ എത്രയോ ലക്കങ്ങളായിട്ട്, അത് ഫോർട്ട്നൈറ്റ്ലി മാഗസിനാണ്, അത് ഓൺലൈനിൽ ലഭ്യമാണ്. അത് എപ്പോൾ വേണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്ക് ഇഷ്യൂസും കാണാൻ കഴിയും. അപ്പോൾ അതുകൂടി റെഫർ ചെയ്താൽ നിങ്ങൾക്ക് 2 നേട്ടമുണ്ട്. ഒന്ന്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് വേറെ ആരും അതിനോട് അടുത്തുള്ള സംഗതികൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനുള്ള ഒരു കുറച്ചുകൂടി ഒരു ഓപ്പൺ ഗ്രൗണ്ട് കിട്ടും. 2, ഇതേ വിഷയത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടില്ലാത്ത രീതിയിലുള്ളൊരു സമീപനം മറ്റുള്ളവർ എവിടെയെങ്കിലും ഒരുപക്ഷെ ഇതേ വിഷയത്തിലായിരിക്കില്ല വേറൊരു വിഷയത്തിൽ ചെയ്തതിൻ്റെ ആ സൂചന നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്ഫുള്ളായിട്ട് വരും. അപ്പം അങ്ങനെ രീതിയിലുള്ള ഒരു 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 ക്രോസ് ഫ്ലോർ ഐഡിയ എന്താ പറയുക ഇൻഫ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂട്ടി അത്തരം വേറെയും ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് കിട്ടാനുള്ള ആധികാരികമായി, കാരണം അതിൻ്റെ ഓതൻറ്റിസിറ്റിയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. ആ മാസിക തുടങ്ങിയ കാലം മുതൽക്ക് ഞാനതിൻ്റെ സബ്സ്ക്രൈബറാണ്. അതിലുള്ള പല ലേഖനങ്ങളും എനിക്ക് പല പുതിയ പ്രോജക്റ്റുകൾ കണ്ടെത്താനും അതുപോലെ തന്നെ പലപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റയും അറിവുകളൊക്കെ തരാൻ വേണ്ടി വളരെ സഹായിച്ചിട്ടുള്ളൊരു മാസിക എന്ന നിലയ്ക്ക് എനിക്ക് വളരെ ബഹുമാനമുള്ളൊരു പത്രികയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇത്രയും പറഞ്ഞ് ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കിയുള്ള സമയത്ത് നമുക്ക് വേണ്ടത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായം, ഏതായാലും പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികളും പിന്നെ മെൻ്റർ ടീച്ചേഴ്സും അവരുടെ പേരും അവരേത് സ്ഥാപനത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ തന്നെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ നേരിട്ട് നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ കോൺടാക്ട് ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. മറ്റേ ലിസ്റ്റിൽ നിങ്ങളുടെയും ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ലീഡേഴ്സിനെയും മെൻറ്റേഴ്സിനെയും ഞങ്ങൾക്ക് നേരിട്ട് ഫോൺ വിളിച്ച് കുറച്ചുകൂടി ഈ പ്രോജക്റ്റ് നമ്മൾ ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ച് ഇതിന് ഫണ്ട് ചെയ്ത IREക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്, ഇത്തരത്തിൽ ഇൻഡസ്ട്രീസ് ഫണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഇതിനെ, അതായത് മുടക്കുന്ന ഓരോ രൂപയ്ക്കും അതിൻ്റെ 10 ഇരട്ടിയെങ്കിലും മൂല്യമുള്ള ഔട്ട്പുട്ട് നൽകാൻ നമ്മുടെ യുവജനത തയ്യാറാണ്, അവർക്കതിന് കഴിവുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് പരിചയപ്പെടുത്തി, വളരെ ബ്രീഫായിട്ട് മതി, ഓരോരുത്തരും ഓരോ മിനിറ്റ് മതി, ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഏകദേശം ഞങ്ങൾക്കും ഒരു ചെറിയൊരു ധാരണ ഉണ്ടാവും. പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതാണ്ട് തീരാറായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ, ഏത് അവസ്ഥയിലായാലും അത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരും നിങ്ങളുടെ പേരും പറഞ്ഞ് തുടങ്ങുക. അപ്പോൾ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും
ഒരു മെന്റർ ടീച്ചർക്ക് തുടങ്ങാം. അപ്പോൾ എന്നിട്ട് അവരുടെ കൂടെയുള്ള സ്റ്റുഡൻസിലും പറയാം. അങ്ങനെ അങ്ങനെ നീങ്ങാം. നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഡോക്ടർ ബിജിന തുടങ്ങുന്നു. ഡോക്ടർ ബിജിന. ഹലോ സർ, ഗുഡ് ഈവനിങ്. സാറേ, നമ്മൾ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. കാരണം മുമ്പും നമ്മൾ എനർജി കൺസർവേഷൻ സൊസൈറ്റി തുടങ്ങി ഈ ഒരു എനർജി സംരക്ഷണം എന്ന് പറഞ്ഞ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകുന്നവരാ. അപ്പൊ അത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ പ്രോജക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫൈനൽ ഇയർ കുട്ടികളുടെ പ്രോജക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷവും ഒന്നുകിൽ ഈ പറഞ്ഞ എനർജി കൺസർവേഷൻ, ഊർജ്ജ സംരക്ഷണമാകാം, അല്ലെങ്കിൽ പുതിയ റിന്യൂവബിൾ എനർജി ജനറേഷൻ ആകാം. ഇതൊന്നും അല്ലെങ്കിൽ ഒരു കാർബൺ ന്യൂട്രാലിറ്റി കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം കുട്ടികളും ഇപ്പൊ ചിന്തിക്കുന്നത് തന്നെ ആ ഒരു ഡയറക്ഷനിലാണ്. അപ്പൊ അത് നല്ലൊരു കാര്യവുമാണ്. ഇപ്പോ ഞാൻ നോക്കിയപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇവാലുവേഷൻ ഇരിക്കുമ്പോഴും ഞങ്ങള് പറയായിരുന്നു, ഈ നമ്മളിങ്ങനെ ഒരു സ്ക്രൂട്ടിനി ചെയ്യുമ്പോഴേ ഒരു റൂബ്രിക്സിനകത്ത് ഒരു കമ്പോണന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു SDG അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് വരെ വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പൊ അതിൽ ഏത് SDG ആണ് അവർ അഡ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ കുട്ടികൾക്കും ആ രീതിയിൽ ഒരു ചിന്ത വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. അതുമല്ല, ഒരു എന്താ പറയുന്നത്, സോഷ്യൽ കോസ് എടുത്ത് ചെയ്യുന്നവരും ചില്ലറയല്ല. വളരെ നല്ല ഒരു രീതിയിൽ സോഷ്യൽ കോസ് എടുത്ത് അതിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്കും കുട്ടികൾ വരുന്നുണ്ട്. അതിനേക്കാളും എനിക്ക് സാർ നേരത്തെ പറഞ്ഞു, AI പോലത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് ഇപ്പൊ കാലം മാറിയിട്ടുണ്ട്. അപ്പൊ ചെറിയ കുട്ടികൾ തന്നെ ചെറിയ ചെറിയ ഒരു എന്താ പറയുക, തീപ്പെട്ടിക്കകത്തിരിക്കുന്ന ഒരു സാധനത്തിനകത്ത് നല്ലൊരു പ്രോസസ്സറിനെ ഉൾപ്പെടുത്തി അതിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന അളവിലേക്ക് കാര്യങ്ങൾ മാറി, വളരെ എളുപ്പമായി. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ കുട്ടികൾക്ക്. അപ്പൊ ആകെ ഞങ്ങളുടെ ഒരു ചെറിയ പ്രശ്നം, ഞങ്ങള് TKMലുള്ള ഒരു ചെറിയ പ്രശ്നം, ഞങ്ങളൊന്ന് ഓൺലൈനിലേക്ക് പോയിട്ട് കുറച്ച് ദിവസമായി. പിന്നെ അതൊന്ന് തിരിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് ഇരിക്കുന്ന ഒരു സമയം കിട്ടിയെങ്കിലേ ഒരു ഗ്രൂപ്പ് ഇവന്റിനെ ഒരു മുഖം കിട്ടുകയുള്ളൂ. എല്ലാവരും അത് അതിന്റെ ഒബ്സർവേഴ്സ് ആയിട്ട് ഞങ്ങളെ കൂടി വിളിച്ചു കഴിഞ്ഞാല് അതിനും അവർക്ക് വിരോധം ഇല്ലെങ്കിൽ ഓക്കെ. ഞങ്ങളിപ്പോ എന്താ വെച്ചാൽ 21 കുട്ടികൾ ഇവിടെ എത്തുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഒരു പരീക്ഷ കാലം തന്നെ ആവും. അതുകൊണ്ട് എങ്ങനെയാന്ന് പോലും എനിക്ക് അറിയില്ല എന്റെ ഒരു മുൻപോട്ടുള്ള പോക്ക്. പക്ഷെ ഈ പറഞ്ഞ ടീം ഒരുമിച്ച് വിളിച്ച് നമുക്കൊരു ഡിസ്കഷൻ വെക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. നമ്മുടെ സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ്സിൽ ആരോ 1-2 പേരിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവരെ വിളിച്ച് അറിയിച്ചിരുന്നു. അപ്പൊ അവരിത് കേൾക്കുന്നുമുണ്ട്. മെസ്സേജ് അവരിലേക്ക് എത്തുകയും ചെയ്യും. I think she has gone out. അല്ലെ, നന്ദന ഉണ്ടായിരുന്നു. Anyway, sir, we'll go ahead and we hope to bring very good results in another few days. ഇനി അടുത്തത് ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? I find ജോർജ് ജോർജ് ഉണ്ടോ? ഡോക്ടർ സ്മിത ജോർജ് ഉണ്ടോ? അല്ല, അത് ആലപ്പുഴയല്ലേ? അല്ലല്ല, ഫാത്തിമ കോളേജ്. ഫാത്തിമ കോളേജിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? PKM ആർട്സ് ആൻഡ് സയൻസ് അവര് നേരത്തെ തന്നെ പ്രോജക്ട്സ് ഒക്കെ സെലക്ട് ചെയ്ത് വർക്ക് തുടങ്ങിയവരാണ്, തുടക്കത്തിൽ തന്നെ. പരീക്ഷ പ്രശ്നമാണോ സാറേ? അതെ. പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുക, ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളോ ഓരോരുത്തരും 1 മിനിറ്റ് ഒന്ന് സംസാരിച്ചാല് ഇവിടെ ഐശ്വര്യ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് പറഞ്ഞാല് നിങ്ങൾ പങ്കെടുക്കുന്നവരെന്ന് അഡ്മിറ്റ് ചെയ്ത് സംസാരിച്ചോ? അതെ, അതാണ് ഐശ്വര്യ വിളിക്കുകയാണ്. ഹലോ സർ. പറയൂ. ഹലോ, അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിക്കാമോ? ഹലോ, ആരാണ്? ഹലോ സർ.
സ്മിത ജോർജ് ആണ്. ഹലോ ശരി ശരി, ഓക്കെ. ഹലോ. പറഞ്ഞ കേൾക്കുന്നുണ്ട്, ഓഡിബിളാ. സാർ ഞാൻ ട്രാവലിംഗിലും കൂടെ ആയതുകൊണ്ട് അത് ഇടയ്ക്ക് റേഞ്ച് പോകുന്നുണ്ടായിരുന്നേ. സാർ ഇപ്പൊ കുട്ടികൾക്ക് എക്സാം ഒക്കെയാണ്. കുട്ടികൾ അതിന്റെ ഇടയിൽ കൂടെ കുട്ടികൾക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുട്ടികളുടെ എക്സാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ എല്ലാവരും തന്നെ ഇതിന്റെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല, ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എക്സാം നടക്കുന്നതുകൊണ്ട്. പക്ഷെ ഈ ഇതിന്റെ ഇവിടെ കേട്ട കാര്യങ്ങളെല്ലാം ഞാൻ കുട്ടികളിലേക്ക് എത്തിച്ചോളാം. ഇതിന്റെ എങ്ങനെയാണ് അതിന്റെ പ്രസന്റേഷനും അതിന്റെ ഇവാലുവേഷനും ഉള്ള കാര്യങ്ങളെല്ലാം. ശരി സാർ, ഓക്കെ, താങ്ക് യു. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോളേജ് ഗ്രൂപ്പിനെ എപ്പോഴാണ്, ഇപ്പം നേരത്തെ ഡോക്ടർ ബിജന പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒന്നിച്ച് എപ്പോഴാണ് ജോയിൻ ചെയ്യാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഒബ്സർവേഴ്സ് ആയിട്ട് ഞങ്ങളെയും കൂടി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഗതികളെ നേരിട്ട് അവർക്ക് നമുക്ക് ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ 5 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ നേരിട്ട് അവരോട് നിങ്ങൾ പറയാത്തതിന് പുറമെ ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. സാർ പറഞ്ഞ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ പറയുന്നത്? ഓൺലൈനിൽ ജോയിൻ ചെയ്യാം. ഓൺലൈൻ, ഓക്കെ. ശരി സാർ, ഓക്കെ. ഓൺലൈനിൽ ജോയിൻ ചെയ്തോളാം. നിങ്ങൾ അവിടെ ഓഫ്ലൈനിൽ മീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സാർ. അടുത്തത് ആരാണ്? നമ്മുടെ അൻസാർ ടീച്ചേഴ്സ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. പ്രോജക്റ്റിനെ കുറിച്ചുള്ള എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം. നമ്മളൊരു സ്പെഷ്യൽ സംശയമൊന്നുമല്ല, അവര് ഒന്നുമില്ല, അവരെ എവിടം വരെ എത്തി എന്താണെന്നുള്ള അറിയുന്നത് തന്നെ ദാറ്റ് ഈസ് ഗ്രേറ്റ് തിങ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അത് വേറെ കാര്യം. പക്ഷെ ഇവരെല്ലാം പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അവർക്ക് കാര്യമായ സംശയങ്ങൾ ഉണ്ടാവില്ല. ഗുഡ് ഈവനിങ് സാർ. സാർ, ഞാൻ ധന്യ, SN കോളേജ് ഓഫ് ടെക്നോളജിയിലെ ടീച്ചറാണ്. സാർ, ഒരു മാസികയുടെ പേര് പറഞ്ഞിരുന്നല്ലോ, റെഫറൻസിന് യൂസ് ചെയ്യാൻ പറ്റും. ഡൗൺ ടു എർത്ത്. ഓക്കെ സാർ. അത് ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ മറ്റോ അതിന്റെ അഡ്രസ്സ് ഞാൻ എടുത്ത് കൊടുക്കാം. അതിന്റെ കോണ്ടാക്ട് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ. ചിലപ്പോൾ ലൈബ്രറിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം, പലരും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഇന്ത്യയിലത്തെ സിറ്റിസൺസ് റിപ്പോർട്ട് ഓൺ എൻവയൺമെന്റ് പ്രസിദ്ധീകരിച്ചത് ഇവരായിരുന്നു. അതായത് സെന്റർ ഫോർ എൻവയൺമെന്റ് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഡൽഹിയിലുള്ള ഒരു ഗ്രൂപ്പാണ്. പഴയ കാലത്ത് അനിൽ അഗർവാൾ എൻ്റെ ഒരു വലിയ സുഹൃത്തായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പൊല്യൂഷൻ സംബന്ധമായിട്ടുള്ള ക്യാൻസർ കൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ അദ്ദേഹം അന്ന് മുതൽക്കേ ഇതിന്റെ അന്നത്തെ ഈ സിറ്റിസൺസ് റിപ്പോർട്ട് വലിയ ലോകപ്രസിദ്ധമായിട്ടുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു ഫസ്റ്റ് പബ്ലിക്കേഷനാണ്. ഇപ്പോഴും എല്ലാ കൊല്ലവും ആനുവൽ പബ്ലിക്കേഷനായിട്ട് ഇന്ത്യയുടെ ടോട്ടൽ സ്റ്റാറ്റസ് ഓഫ് എൻവയൺമെന്റ് അവർ വിത്ത് ആക്യുറേറ്റ് ഡാറ്റ എല്ലാ കൊല്ലവും പബ്ലിഷ് ചെയ്യുന്നതാണ്. അത് ഈ മാഗസിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ എല്ലാവർക്കും കൺസെഷൻ റേറ്റിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ലൈബ്രറിയിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് ഇനിയും അങ്ങോട്ടുള്ള വർഷങ്ങളിൽ വലിയ വിലയൊന്നുമില്ല അതിന്. ഇറ്റ്സ് ആക്ച്വലി ഫെയർലി വെരി ചീപ്പ്. ഫോർട്ട്നൈറ്റ്ലി ആണ്. അപ്പോൾ നമുക്ക് 25 ഇഷ്യൂസോ 26 ഇഷ്യൂസോ കൊണ്ടാണ് ഒരു കൊല്ലം ഉള്ളത്. അതിന് അത്ര വലിയൊരു എമൗണ്ട് ഒന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യാവുന്ന രീതിയിലുള്ള. അപ്പോൾ ഏതായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡെഫിനറ്റ്ലി നാളെ തന്നെ പാസ് ചെയ്ത് തരാം. ഓക്കെ സാർ. സാർ, പിന്നെ ഈ പ്രോജക്റ്റ് നമ്മളിങ്ങനെ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്ത് തന്നെ കാണിക്കണമെന്നുണ്ടോ സാർ? ഇല്ല. നമ്മൾ ഐഡിയ തന്നാലും മതിയല്ലോ? ഐഡിയ തന്നാൽ മതി. ഐഡിയ പക്ഷേ അങ്ങനെ ഐഡിയ മാത്രമാവുമ്പോൾ ഈ ജഡ്ജസ് ചോദ്യം ചെയ്തിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് വയബിൾ ആയിട്ടുള്ളതാണോ എന്ന് അവർ ടെസ്റ്റ്. അപ്പോൾ അവരെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ അതൊന്ന് പ്രസന്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അവർ കൺവിൻസ്ഡ് ആയാൽ അത് മതി, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് അത് അങ്ങനെ ചെയ്താൽ ശരിയാവും എന്ന് പറഞ്ഞു പോയാൽ പറ്റില്ല. അപ്പോൾ അവരെങ്ങനെ അത് സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ടീച്ചേഴ്സായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അത് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതനുസരിച്ച് അതിലുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത മെത്തേഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വി വിൽ നോ വെദർ ഇറ്റ് വിൽ ലീഡ് ടു ദാറ്റ്. പിന്നെ അതിൻ്റെ സോഷ്യോ ടെക്നിക്കൽ, സോഷ്യോ എക്കണോമിക്, സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള ഇൻട്രാക്ഷൻസിനെ കുറിച്ച് കൂടി ആലോചിക്കുമ്പോൾ നമുക്ക് വി വിൽ ജസ്റ്റ് നോ വെദർ ദിസ് ഈസ് എ വയബിൾ പ്രോജക്റ്റ്.
ഇങ്ങനെ ആകുമ്പോൾ അത് തന്നെ നമ്മളിപ്പോൾ ഇപ്പോഴും അത്രയോ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ കോളേജ് ലെവലിലാണെന്നുണ്ടെങ്കിൽ പലരും മോഡേൺ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ വർക്കബിലിറ്റി അവർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ചാൽ ഇറ്റ് വിൽ ബി ഹൈലി കൺവിൻസിങ്. അത് നോട്ട് കൺവിൻസിങ് ഫോർ ദി ടീം അലോൺ. അങ്ങനെയുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ പിന്നീട് മീഡിയയിലൊക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റും ജനങ്ങളും ഈ വർക്കിനെ വളരെ കാര്യമായിട്ട് വാല്യൂ ചെയ്യും. അത് നമ്മുടെ ഇത് ചെയ്ത കുട്ടികൾക്കുള്ള ഒരു വലിയൊരു എന്താ പറയുക, അവരുടെ ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റീസിനെ കുറിച്ച് സമൂഹം വിലയിരുത്തുന്നതിന് വലിയൊരു സഹായകമായിട്ടുള്ള ഒരു ഇൻഡെക്സ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെയും വിലയിരുത്തും. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിൽ വെച്ചായിരിക്കാം ഈ ഫൈനൽ നമുക്ക് നടത്താൻ സൗകര്യം. ഒരുപക്ഷെ ആലപ്പുഴയിലും മറ്റേത് കൊല്ലത്തുമായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ അവിടെ കൊണ്ടുവരാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് അവർ കൊണ്ടുവന്ന് അതിൻ്റെ വർക്കിംഗ് പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ വെരി ഗുഡ് ആൻഡ് ദ ഷുവർ വേ ഓഫ് മേക്കിംഗ് ദി കറക്റ്റ് പ്രസൻറ്റേഷൻ. അത് നമുക്കതിനെ വിലയിരുത്താനും എളുപ്പമായി. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കിപ്പോൾ ഇവരെ ഐഡിയ ആണ് നമുക്ക് വിലയിരുത്തേണ്ടത്. അല്ലാതെ ഇതിൽ ഇനിയിപ്പോൾ ഒരു തെറ്റായിട്ടുള്ള ഒരു റിസൾട്ടാണ് അവർ കൊണ്ടുവന്നെന്നിരിക്കട്ടെ, അവരുടെ സൊല്യൂഷൻ വർക്കബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലായാൽ പോലും അതിനെങ്ങനെ അവർ വർക്ക് ചെയ്തു എന്നുള്ളതിനാണ് മാർക്ക്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിനുള്ള മാർക്ക് വളരെ തുച്ഛമായിരിക്കാം. അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരെണ്ണത്തിന് ഡെഫിനറ്റായിട്ടും മാർക്ക് കൂടുതലുണ്ടാകും. പക്ഷേ അത് ഫെയിലായി പോയി എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ അപ്രോച്ചും അവരുടെ വർക്കും അവരുടെ ഒറിജിനൽ ഡിഡക്ഷൻ, അവരെങ്ങനെ ആ പ്രോബ്ലത്തിൽ നിന്ന് ഇതിലേക്ക് വരാൻ അവർ ചൂസ് ചെയ്തിട്ടുള്ള റൂട്ട്, അതിനെ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ട് അത് ഒരു കറക്റ്റ് സൊല്യൂഷൻ, അല്ലെങ്കിൽ സൊല്യൂഷൻ കറക്റ്റ് ആയിരിക്കാം പക്ഷെ അത് നമ്മുടെ സമൂഹത്തിൽ വയബിൾ അല്ല എന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ ഇതിൻ്റെ അവസാനം വരും. അപ്പോൾ അതല്ല നമ്മൾ നോക്കുന്നത്. ഇത് സക്സസ്ഫുള്ളായി ഏറ്റവും ലാഭകരമായി ഇന്ന് തന്നെ കാണിക്കണം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള ഒരു സൊല്യൂഷനിലേക്ക് ഇവർ ചിന്തിക്കാൻ അവർക്ക് കഴിവുണ്ട്. ആ ചിന്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അതിന് വേണ്ടി കിട്ടാവുന്ന റിസോഴ്സസ്, നോളജ് ആൻഡ് കോണ്ടാക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ അവർ റെഡിയാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി പറയുന്നത്. അതായത് വ്യത്യസ്തരായിട്ടുള്ള 4 വ്യക്തികൾ, 4 കാഴ്ചപ്പാടുകളുള്ള ആളുകൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് ഒരു സൊല്യൂഷനിലേക്ക് വരിക എന്നുള്ള ആ റൗണ്ടിങ് അതും നമ്മൾ ഇതിൽ വിലയിരുത്തുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ ഇവരെങ്ങനെ വർക്ക് ചെയ്തു, അതുകൊണ്ടാണ് ഈ നമ്മളെ വർക്ക് ബുക്ക് കൂടി ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് എത്രമാത്രം ശരിയായ ഒരു സൊല്യൂഷനിലേക്ക് വന്നു എന്നുള്ളത്. ഇനി സൊല്യൂഷനിലേക്ക് വന്നില്ലേലും വേണ്ടില്ല, വർക്ക് ചെയ്ത് നമ്മളൊരു സ്റ്റേജ് എത്തി നിന്നുപോയി, എന്നാലും അത് പ്രസൻറ്റബിളാണ്. അവിടം വരെ വന്നിട്ടുള്ള വഴി, അപ്രോച്ച്, നമുക്ക് അതിലൊരു ഇന്നോവേഷൻ്റെ എലിമെൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് സമ്മാനം കിട്ടിയില്ലെങ്കിലും, ചിലപ്പോൾ സമ്മാനം കിട്ടിയെന്നും വരാം, സമ്മാനം കിട്ടിയില്ലെങ്കിലും അതിന് ഹൈ കമൻഡേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഡിഫറെൻറ്റ് ആളുകൾക്ക് നമ്മൾ 1, 2, 3 ആയിട്ട് ലിമിറ്റ് ചെയ്യാൻ പോകുന്നില്ല. എല്ലാ നല്ല അപ്രോച്ചുകൾക്കും സൊല്യൂഷൻസിനും നമ്മൾ വളരെ ഭംഗിയായിട്ടുള്ള കമൻഡേഷൻ സർട്ടിഫിക്കറ്റുകളും, അതുപോലെ ഏറ്റവും കൂടുതൽ നല്ല ഐഡിയാസ് വന്നിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും അവർക്കൊരു ചെറിയ ഒരു മെമൻറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൊച്ചു ട്രോഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അത് നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ആ വർക്കിൻ്റെ ഇത് നമ്മൾ അവസാനം കാണുമ്പോൾ, if we feel that this is something which should be celebrated, we will definitely celebrate it. And all good ideas will be definitely committed to a higher level after our project is over. അതിന് നമ്മൾ KDISCും അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ മറ്റ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുടെ ആളുകളുമായിട്ട് കൂടി ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇത്തരം ഐഡിയാസ് വന്നു കഴിഞ്ഞാൽ അതിനെ പിന്നെ റിയലൈസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഔദ്യോഗിക തലത്തിൽ ഇവിടെയും വേണ്ടി വന്നാൽ സ്റ്റേറ്റിന് വെളിയിലും നമുക്ക് സംഘടിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിലേക്ക് നമുക്ക് ആ പ്രോജക്റ്റിൻ്റെ അറ്റം നമുക്ക്
എത്തിയതിനു ശേഷം നോക്കാം. ഏതായാലും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വിൽ ബി എ വെരി പ്രോമിസിങ് ആൻഡ് ഹൈലി ചാലഞ്ചിങ് എക്സസൈസ് എന്ന് മാത്രം പറയാണ്. ഇനി അടുത്ത ആർക്കെങ്കിലും നമ്മള് ഇതുവരെ ഓക്കെ സർ, താങ്ക് യു. സംസാരിക്കാത്ത ആൾക്കാരുണ്ട്. ഐശ്വര്യ സ്റ്റുഡന്റ് ആണോ ടീച്ചറാണോ? സംസാരിക്കാൻ സംസാരിച്ചോ? അമീന അൺമ്യൂട്ട് ചെയ്ത് പേര് പറഞ്ഞോളൂ. ഐശ്വര്യ യെസ്. അമീന ഐശ്വര്യ അമീനെ കൊണ്ടോ? ഒരു കാര്യം ചെയ്യും അതിനകത്തെ നമ്മൾ ഈ പ്രോജക്ട് സബ്മിഷന്റെ ഡേറ്റ് ഇപ്പൊ സാർ അതാ പറഞ്ഞതിനകത്ത് സബ്മിഷൻ അല്ലല്ലോ, ഫസ്റ്റ് കോൺടസ്റ്റിന് കൊണ്ടുവരേ വേണ്ടോ? അതല്ല നമ്മള് കോൺടസ്റ്റ് കൊണ്ടുവരുന്നതിന് അവര് ഇത്ര ദിവസത്തേക്ക് നമ്മൾ തരണ്ടേ ഒരു ഡേറ്റിനകത്ത്, കട്ട് ഓഫ് ഡേറ്റ്? അല്ല പറഞ്ഞല്ലോ, ജൂൺ 15 മുമ്പ് EI ലെവൽ കോൺടസ്റ്റ് ഉണ്ടാവും. അപ്പൊ അവിടെയാണ് സബ്മിഷൻ വരുന്നത്. ആ ഡേറ്റ് നമ്മൾ കാരണം സ്കൂളുകളും കോളേജുകളും തുറന്നതിന് ശേഷം പിന്നെ വേറൊരു പോയിന്റ് കൂടി, കോളേജ് ലെവൽ കോൺടസ്റ്റ് ഒരു സ്ട്രീമായിട്ടും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വേറൊരു സ്ട്രീമായിട്ടും UP വേറൊരു സ്ട്രീമായിട്ടായിരിക്കും കോൺടസ്റ്റ് ഈ ഏത് ലെവലിലുള്ള കോൺടസ്റ്റുകളും നടത്തുന്നത്. അത് കാരണം ഇതിൻ്റെ ഫൈനൽ നമ്മൾ ഒരു 12 to 20 മാത്രമേ ഫൈനൽ ലെവലിൽ നമ്മൾ പ്രസൻറ്റേഷന് ഉദ്ദേശിക്കുന്നുള്ളൂ. അൺലെസ് വി ഹാവ് ടു മെനി ഗുഡ് പ്രപ്പോസൽസ്. അപ്പോൾ ഈ ഒരു 20-ക്കുള്ളിലോ അല്ലെങ്കിൽ 15-നുള്ളിലോ ഒതുക്കാൻ നമ്മൾ ചിലപ്പോൾ ഒരു ഇൻറ്ററിം ഫിൽട്രേഷൻ വേണ്ടി വരും. കാരണം ഇപ്പോൾ കോളേജ് ലെവലിൽ അധികം ആവശ്യം ഉണ്ടാവില്ല. കാരണം കോളേജ് ഇപ്പോൾ 14 കോളേജുകളിൽ നമ്മളിപ്പം 14 ഇൻറ്റു ശരാശരി 5 എടുത്താൽ ഒരു 70 പ്രോജക്റ്റുകൾ ഉണ്ടാവും. ഈ 70 പ്രോജക്റ്റുകളിൽ നിന്ന് നമുക്കൊരു 12 പ്രോജക്റ്റിലേക്ക് വരാൻ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ നമുക്ക് വേറൊരു കോൺടസ്റ്റ് കൂടി നടത്തി. അപ്പോൾ അതിൽ അവർക്ക് കുറച്ചുകൂടി നേരത്തെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് ലെവൽ അത് ആ ഒരു വിന്നർ ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ആ ഒരു വിദ്യാലയത്തിൽ നിന്ന് ഒന്നേ വരുള്ളൂ. അപ്പോൾ കോളേജ് ലെവൽ വരുമ്പോൾ നമുക്ക് 14 കോളേജുകളാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ളത്, 14ആണ് ആലപ്പുഴയിലുള്ളത്. അപ്പോൾ ഈ 14-ന് കോളേജ് ലെവലിൽ നമുക്കൊരു ഫിൽട്രേഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. മിക്കവാറും നമുക്ക് നേരിട്ട് അവരെ ഫൈനലിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഹൈസ്കൂൾ ആൻഡ് UP വരുമ്പോഴേക്ക് പക്ഷേ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ നമ്മൾ ഒരു കോൺടസ്റ്റ് കൂടി നടത്തി അതിൽ കുറച്ച് പേരെ ഒന്നുകൂടി ഹയർ റേറ്റിംഗ് ഉള്ള ആളുകളെ നമ്മൾ ഫൈനൽ കോൺടസ്റ്റിലേക്ക് കൊണ്ടുപോയാൽ അവർക്കും കുറച്ചുകൂടി പ്രസൻറ്റേഷനിൽ നേരത്തെ ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലുള്ളതിനെ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് ആ ലെവലിൽ വെച്ച് അതിനെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്ത് ഫൈനലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോജക്റ്റ് ഫൈനലായിട്ട് പബ്ലിക്കിനെയും മീഡിയയും നമ്മൾ കാണിക്കുമ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നല്ല ആകർഷകമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുത്താൻ കഴിയും. അപ്പോൾ അതിനുള്ള ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡേറ്റുകളൊക്കെ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ് ആ മാസങ്ങളിലുള്ള മറ്റ് സംഗതികളൊക്കെ നോക്കിയിട്ട് അതിപ്പോൾ ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് നോക്കേണ്ടി വരും. കോളേജ് ഗ്രൂപ്പിന് പരീക്ഷയും മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ഉള്ളത് ഡിഫറൻ്റ് ആണല്ലോ. അതെല്ലാം നമ്മൾ ഒത്തു നോക്കി നമ്മൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്ത് ഫൈനൽ നമ്മൾ ഒരു ഏതാണ്ട് ഒരു കോമൺ ഡേറ്റിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അപ്പോൾ അത്രയും നമുക്കായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഇതിൽ താല്പര്യമുള്ള പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോളേജുകൾ ഓരോന്നുമായിട്ട് നമ്മൾ നേരിട്ട് ഓൺലൈനിൽ, അതായത് നിങ്ങളവിടെ കൂടിക്കോളൂ. ഫിസിക്കലായിട്ട് കൂടാൻ സൗകര്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ ഇവരെല്ലാവരെയും വിളിച്ചൊരു മീറ്റിംഗ് വെച്ചിട്ട് അതിൽ ഞങ്ങളെ കൂടി ഒബ്സർവേഴ്സായിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ചർച്ചയും അവർക്കുള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് സംശയങ്ങളെല്ലാം തീർത്തു കൊടുക്കാനും അവരെ കൂടുതൽ മത്സരത്തിന് സജ്ജരാക്കാനും നമുക്ക് സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ എല്ലാം അഡീഷണൽ അഡ്വൈസ് വേണം. നിങ്ങളുടെ ഇതിന് ഏത് ഡേറ്റിന് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമുക്ക്
ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നേരിട്ടും നിങ്ങളെ പ്രത്യേകിച്ചും മെൻറ്റർ ടീച്ചേഴ്സിൻ്റെ നിന്ന് എടുക്കുന്നതായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഏകദേശം ഉള്ള ഒരു ധാരണ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇതനുസരിച്ച് നിങ്ങളതിന് ബാക്കി അങ്ങോട്ടുള്ള പ്രവർത്തനം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടുവേർഡ്സ് ദ എൻഡ് നമുക്ക് വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. അപ്പം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യാം. പങ്കെടുക്കുന്ന ടീച്ചേഴ്സൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇമെയിൽ അയച്ചു തന്നാൽ സാറ് ഗ്രൂപ്പിൽ മറുപടി വരും. ഗ്രീൻ എനർജി ഫോറം 3@gmail.com എല്ലാവർക്കും അറിയുമായിരിക്കും. അതിൽ തന്നു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് ചെയ്ത് വേണ്ടത്ര റെക്കമെൻഡേഷൻ നമുക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വന്നിരിക്കുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ലിങ്ക് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. അത് ചാനലിൽ സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ ക്ലാസ് എല്ലാം അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എവിടെക്കാൻ ആക്സസ് അറ്റ് എനി ടൈം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. എനി മോർ ക്വസ്റ്റ്യൻസ്? അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ ഇതില് ഒരു ഓട്ടോ താങ്ക്സ് പറയാനായിട്ട് നമ്മൾ ട്രഷറർ സുരേഷ് കുമാരൻ, അദ്ദേഹം സ്ഥലത്തില്ല, സിംഗപ്പൂരാണ്, അവിടെ നിന്ന് ജോയിൻ ചെയ്യും. സുരേഷ് കുമാർ പ്ലീസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. അപ്പോൾ ഇന്റർനാഷണൽ വോട്ട് ഓഫ് താങ്ക്സ്. താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രോഗ്രാമിൻ്റെ സ്വാഗതം പറഞ്ഞ ശ്രീ രത്നകുമാരൻ സാർ, ഈ പ്രോജക്റ്റിൻ്റെ ചീഫ് കോർഡിനേറ്ററും GF പ്രസിഡന്റുമായ ശ്രീ VK ദാമോദരൻ സാർ, അദ്ദേഹം ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഞാൻ GFൻ്റെ പേരിൽ നന്ദി പറയുന്നു. അതുകൂടാതെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ മെന്റർ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും GFൻ്റെ പേരിൽ നന്ദി പറയുന്നു. ഈ പ്രോജക്റ്റ് നടത്തുന്നതിനാവശ്യമായ എല്ലാ ഫണ്ടിങ്ങും ബാക്കിയുള്ള സഹായങ്ങളും ചെയ്തു തന്ന IREക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. മീറ്റിംഗ് ക്ലോസ് ചെയ്യട്ടെ? ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.